കേരളം കൊടിയ വിപത്തുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയ ദിനങ്ങളായിരുന്നു. ഈ ദിനങ്ങളിലെന്നോ ഒരു ചങ്ങാതി കുറിച്ച വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു: പ്രകൃതി വിതച്ചത് പ്രളയമാണ്, പക്ഷേ പ്രളയം കൊയ്യുന്നത് പ്രണയമാണ്. ഏവരും അതിജീവനത്തിനു വേണ്ടിയുള്ള ഓട്ടത്തിൽ. ഈ ഓട്ടത്തിലും സഹജീവികളെ ചേർത്തുപിടിക്കാൻ ഓരോരുത്തരും വെമ്പുന്നുണ്ട് എന്നുള്ളതാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കുറിച്ചത്: പ്രകൃതി വിതച്ചത് പ്രളയം, പക്ഷേ പ്രളയം കൊയ്തുകൊണ്ടിരിക്കുന്നത് പ്രണയമാണ്. മറ്റുള്ളവരെയും ഒരുപോലെ നിർത്താനും ഒപ്പം നിർത്തി സ്നേഹിക്കാനുമൊക്കെ ഇന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനം അതിജീവനത്തിലുള്ളതാണ് എന്ന് ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരമാകുകയാണ്. കേരളം അതിജീവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളെ വീണ്ടും ഉരുക്കി ചേർത്ത് കോർത്തിണക്കി സുന്ദരമായ ജീവിതങ്ങളാക്കി മാറ്റാൻ വെമ്പൽ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കേരള ജനതയ്ക്ക് അതിജീവനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ ജീവിതങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ കാണുവാനുമൊക്കെയുള്ള ആ ഒരു നല്ല നിമിഷങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുവെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ അവസരത്തിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത്. സിസ്റ്റർ ശോഭ CSN എഴുതിയ അതിജീവനം എന്ന പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിൽ. തിയോ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 39 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിലെല്ലാം എങ്ങനെ ജീവിതത്തെ കൂടുതൽ ലാവണ്യത്തോടെ കാണാമെന്നും പ്രത്യാശയോടെ, സ്നേഹത്തോടെയൊക്കെ ജീവിതത്തെ അല്പം കൂടി ശക്തമായി നേരിടാനുമൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് അതിജീവനം. ഈ 39 അധ്യായങ്ങളും തുടക്കം സ്നേഹത്തെക്കുറിച്ചാണ്, ഒടുക്കം നിൽക്കുന്നത് പ്രത്യാശയെക്കുറിച്ചും. ഈ 39 അധ്യായങ്ങളും നിരവധി ചിന്തകളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് കേട്ടുപഴകിയ ചിന്തകളാണെങ്കിൽ പോലും ജീവിതത്തിന് അല്പം കൂടി ഊർജം നൽകുന്ന ഒരു വ്യത്യസ്തമായ ചിന്താ ശൈലിയിലൂടെ എഴുത്തുകാരി ഈ ചിന്തകളെ ക്രോഡീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തുടക്കം സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹമാണ് അഖില സാരം, അതാണ് പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൻ്റെ ശീർഷകം. ജീവിതത്തിൻ്റെ ചില ഇരുണ്ട യാമങ്ങളിൽ നമ്മളെ പ്രകാശത്തിൽ കുളിപ്പിച്ച ഒരു സ്നേഹവും സൗഹൃദവുമൊക്കെ ഓർക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ചില ഇരുണ്ട യാമങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ. അങ്ങനെ വരുന്ന ആ ഇരുണ്ട യാമങ്ങളിൽ നമ്മളെ പ്രകാശത്തിൽ കുളിപ്പിച്ച ഒരു സ്നേഹം, ചിലപ്പോൾ അതൊരു സൗഹൃദമായിരിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഒരു സ്നേഹവും സൗഹൃദവുമൊക്കെ ഉണ്ട്. ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ആ കഥയുടെ ആ നിഷ്കളങ്കത ഒക്കെ ഇവിടെ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ജീവിതത്തെ അതിൻ്റെ എല്ലാ അനുഭവങ്ങളോടും കൂടെ സമഗ്രമായി നേരിടാൻ ഏറ്റവും കുറഞ്ഞത് ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവത്തിൻ്റെ ബലമെങ്കിലും നമുക്ക് വേണം. ഞാൻ ആരാലൊക്കെയോ സ്നേഹിക്കപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അതെൻ്റെ സുഹൃത്തുക്കളാകാം, എൻ്റെ സഹോദരങ്ങളാകാം, എൻ്റെ മാതാപിതാക്കളാകാം. സ്നേഹം ഒരാളെ കൂടുതൽ നന്മയുള്ളവനാക്കുന്നത് പോലെ സ്നേഹരാഹിത്യം അയാളെ അപകടകാരിയാക്കും. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യനെന്ന് ഹിറ്റ്ലറിനെ കരുതുമ്പോൾ സ്നേഹം ഇത്രമാത്രം നിഷേധിക്കപ്പെട്ട മനുഷ്യനും അവനാണ് എന്ന് നാം ഓർക്കണം. സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്നേഹരാഹിത്യവും ജീവിതത്തിലിട്ട് നാം ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ധ്യാന വിഷയമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറഞ്ഞു വയ്ക്കുന്നത് മദർ തെരേസയാണ്. സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമുള്ളിടത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ദൈവവിചാരം ലോകത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുകൂടി അതിനെ വ്യാഖ്യാനിക്കാം. കാരണം സുവിശേഷം പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. സുവിശേഷം സമഗ്രമാക്കി നാം ചിന്തിക്കുമ്പോൾ സുവിശേഷം ഈക്വൽ ടു സ്നേഹം, സ്നേഹത്തിൻ്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ആ സ്നേഹവിചാരങ്ങളിൽ കൂടി കടഞ്ഞെടുത്ത് സുവിശേഷത്തെ ഓർമ്മിപ്പിക്കുന്നത്. നാം ഒക്കെ കത്തുകൾ എഴുതിയിട്ടുള്ളവരാണ്. ഓരോ കത്തിൻ്റെയും അവസാനം നാം ഇങ്ങനെ കുറിക്കും: എന്ന് സ്വന്തമായിട്ടാണോ നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ കത്തുകളുടെ അവസാനം എന്ന് നിൻ്റെ സ്വന്തമെന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്?
അത്രമാത്രം സ്വന്തമാണോ അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ? ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം എന്ന വാക്കിന് എന്തുമാത്രം ആഴമുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിനെ ഇത്രമാത്രം തണുപ്പിക്കുന്ന വേറെ ഏത് വാക്കാണുള്ളത്? എന്ന് നിൻ്റെ സ്വന്തം എന്നെഴുതി സംഗ്രഹിച്ചിരിക്കുന്ന ഒരു കത്ത് നിങ്ങൾ വായിക്കുകയാണ്. പെട്ടെന്ന് മറ്റു വരികളൊക്കെ മറന്ന് ഒടുവിലത്തെ ആ 2 വാക്കുകളിൽ മനസ്സ് കുരുങ്ങിപ്പോകാറില്ലേ? സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും മതിവരാത്തൊരു ഹൃദയം എല്ലാവരിലുമുണ്ട്. കൂടെ നടക്കാൻ, സങ്കടങ്ങളുടെ രാവുകളിൽ ഒപ്പം ഉണർന്നിരിക്കാൻ, സാന്ത്വനിപ്പിക്കാൻ ഒരാളെങ്കിലും തിരയാത്തവരുണ്ടോ? ഫോണിൻ്റെ അങ്ങേ തലയ്ക്കൽ പ്രിയമുള്ള ഒരാൾ വിതുമ്പുമ്പോൾ അയാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സാന്ത്വനം എന്താണ്? വിഷമിക്കാതിരിക്കെ, ഞാനുണ്ട് നിനക്ക് എന്നതല്ലേ? അങ്ങനെയാണ് ഏത് വിഷമസന്ധികളെയും തരണം ചെയ്യാൻ ഒരാൾക്ക് കഴിയുന്നത്. അതുകൊണ്ടാണ് നാം ചിന്തിക്കേണ്ടത്, ഞാൻ ആരുടെയെങ്കിലുമൊക്കെ സ്വന്തമാണോ? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സ്വന്തമായി ആരെങ്കിലുമൊക്കെ ഉണ്ടോ? വചനത്തിൽ നാം വായിക്കും, നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവിൻ്റെ ഈ വാക്കുകൾ നൽകിയ ഊർജവും കരുത്തുമായിരിക്കണം ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഇത്രം ലാവണ്യമുള്ളതാക്കി തീർത്തത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം തീർച്ചയായും കുരിശുമായി അവന് ആ മല കയറിപ്പോയി മരണത്തോട് ജീവിതത്തെ ചേർത്തു വയ്ക്കാൻ കഴിഞ്ഞത്. ജീവിതത്തെ ഇത്ര ധീരമായി ഒറ്റയ്ക്ക് നേരിട്ട വേറെ ആരുമില്ലല്ലോ. ഗത്സമനിലെ മരണത്തോളം എത്തിയ വ്യഥയിൽ മാത്രം പ്രിയപ്പെട്ടവർ കൂടെ ഉണർന്നിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷേ കടുത്ത ഏകാന്തതയ്ക്കും ആകുലതകൾക്കും അവനെ തനിയെ വിട്ടുകൊണ്ട് അവരാകട്ടെ സുഖമായി ഉറങ്ങുകയും ചെയ്തു. ക്രിസ്തുവാകട്ടെ പരിഭവങ്ങളൊന്നുമില്ലാതെ അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എത്ര ശാന്തമായാണ് മരണത്തിലേക്ക് നടന്നുപോയത്. എന്തായിരിക്കണം അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിൽ? ഈ പാനപാത്രം തനിക്ക് നൽകിയവൻ കൂടെയുണ്ട് എന്ന ഉറപ്പല്ലാതെ. തീർച്ചയായും സ്വന്തമായി കൂടെയുള്ളവൻ എന്നും ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ ജീവിതത്തോട് ചേർത്തു പിടിക്കാൻ ഏകാന്ത വഴികളിലും സഹനവേളകളിലും ഒന്നും ഇല്ലാതെ ജീവിതത്തിൽ തനിച്ചാകുന്ന അവസ്ഥയിലും നമുക്ക് പറ്റുമെങ്കിൽ തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും, എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട്. അത് ക്രിസ്തുവിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കേണ്ടത്. 3-ാമത്തെ അധ്യായത്തിന് മനോഹരമായ ഒരു ശീർഷകമാണ് എഴുത്തുകാരി നൽകിയിരിക്കുന്നത്. സുവിശേഷത്തിൽ നിന്നാണത്. ഇവൾ അധികം സ്നേഹിച്ചു. സുവിശേഷത്തിൽ യോഹന്നാൻ തന്നെ വിശേഷിപ്പിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നത് ക്രിസ്തു ഏറ്റവും സ്നേഹിച്ച ശിഷ്യനെന്നാണ്. യോഹന്നാൻ സ്വയം അങ്ങനെ കരുതുമ്പോഴും അതിൻ്റെ വ്യക്തമായ സൂചനകളൊന്നും നൽകാതെ സുവിശേഷം ഒഴിഞ്ഞു മാറുകയാണ്. എങ്കിലും 12 പേരിൽ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിച്ചിരുന്നത് യോഹന്നാനാണെന്ന് ന്യായമായിട്ടും നമുക്ക് കരുതാം. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ അവൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്തു യോഹന്നാനെ കൂടുതൽ സ്നേഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിൻ്റെ സ്നേഹം കൂടുതൽ ഉൾക്കൊണ്ടത് യോഹന്നാനാണെന്ന് കരുതുവാനാണ് എനിക്കിഷ്ടം. എത്ര മനോഹരമായ ചിന്തയാണ് എഴുത്തുകാരി നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത്. ക്രിസ്തു യോഹന്നാനെ കൂടുതൽ സ്നേഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിൻ്റെ സ്നേഹം കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് യോഹന്നാനാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരുപോലെയാണ്. ക്രിസ്തു അധികം ആരെയും സ്നേഹിക്കുന്നില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം അധികം ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, ക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണ്. ജീവിതത്തിൻ്റെ നിർണായകമായ ഒരു നിമിഷത്തിൽ തന്നോട് കനിവ് കാണിച്ചവൻ മാത്രമായിരുന്നില്ല അവൾക്ക് ക്രിസ്തു. മഗ്ദലന മറിയത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് എത്രയോ പുരുഷന്മാരെ അവൾ കണ്ടിട്ടുണ്ട്. എങ്കിലും അവരൊക്കെ അവളുടെ ഹൃദയത്തിനു വെളിയിലായിരുന്നു. ഒരേ ഒരാൾക്കു മാത്രം അവൾ ഹൃദയത്തിൽ ഇടം നൽകി, ക്രിസ്തുവിന്. അവനാകട്ടെ അവളിൽ നിന്ന് ഒന്നും കവർന്നെടുത്തില്ലെന്ന് മാത്രമല്ല, അവൾക്ക് അവളെ തന്നെ നൽകുകയും അവളുടെ ആത്മാവിൻ്റെ വിശുപ്പുകളൊക്കെ ശമിപ്പിക്കുകയും ചെയ്തു. സ്ത്രീ അങ്ങനെയാണ്. തൻ്റെ ശരീരത്തിനപ്പുറം ഉള്ളിലെ ഓംകാരത്തിലേക്ക് നോക്കുന്ന ഒരാളെ മാത്രമേ അവൾ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയുള്ളൂ. അവനു വേണ്ടി സ്നേഹത്തിൻ്റെ ഒരു കൂടാരം പണിത് അവൾ കാത്തിരിക്കും. മരണത്തിനപ്പുറം നിത്യതയിലേക്ക് നീളുന്ന സ്നേഹമാണത്. ഇവൾ അധികം സ്നേഹിച്ചുവെന്ന് സുവിശേഷത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്. എന്തുമാത്രം സ്നേഹത്തോടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ക്രിസ്തുവിന് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും നോക്കി ക്രിസ്തുവിന് പറയാൻ സാധിക്കണം,
ഇവൾ അല്ലെങ്കിൽ ഇവൻ അധികം സ്നേഹിക്കുന്നുണ്ട്, ഇവൻ്റെ ജീവിതം എനിക്ക് മുമ്പിൽ അധിക സ്നേഹം തരുന്നുണ്ട്. നമ്മൾ എന്തിനു വേണ്ടി ക്രിസ്തുവിനെ തേടുന്നു എന്നതാണ് പ്രധാനം. ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നീങ്ങുന്തോറും ആവശ്യങ്ങളുടെ പട്ടിക ചുരുങ്ങി വരും. പിന്നെ അത് ദൈവമേ, സ്വർഗം മോഹിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ട എന്ന പ്രാർത്ഥനയോളം എത്തുന്നു. മറിയം അത്രത്തോളം എത്തി നിൽക്കുകയാണ്. ഒരുതരം ഉന്മാദത്തോളം എത്തുന്നുണ്ട് ക്രിസ്തുവിനോടുള്ള മറിയത്തിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് ഇവൾ അധികം സ്നേഹിച്ചുവെന്ന് അവന് പറയാൻ സാധിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊരു സ്നേഹം ദൈവത്തോടൊരാൾക്കും തോന്നി തുടങ്ങുമ്പോഴാണ് അയാൾ മിസ്റ്റിസിസത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്നത്. അതാണ് അസീസിയിലെ ഫ്രാൻസിസിനും ആവിലായിലെ അമ്മ തെരേസ്യയ്ക്കുമൊക്കെ സംഭവിക്കുന്നത്. മറിയത്തെ ചൂണ്ടിക്കാണിച്ച് ക്രിസ്തു നമ്മളെയും ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒരളവുകോലുകൊണ്ടും വേറൊരാളുടെ ഉള്ളിലെ സാധ്യതകളെ അളക്കാനാകില്ല. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ തെരുവിലെ ഒരു കൽക്കുമ്പാരത്തിനിടയിൽ ആ ജീവിതം അസ്തമിച്ചേനെ. ക്രിസ്തു അവളുടെ ഹൃദയ നൈർമല്യങ്ങളെ വീണ്ടെടുക്കുകയും സുവിശേഷത്തിൽ രേഖപ്പെടുത്താൻ മാത്രം ആ ജീവിതത്തെ മിഴിവുള്ളതാക്കുകയും ചെയ്തു. കണ്ടുമുട്ടുന്നവരുടെയൊക്കെ ഉള്ളിലെ വിളക്കിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ചാരയെങ്കിലും നിൽക്കാൻ എനിക്കർഹതയുള്ളൂ. കണ്ടുമുട്ടുന്നവൻ്റെ ജീവിതത്തിൻ്റെ വിളക്കിനെ എനിക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ക്രിസ്തുവിൻ്റെ ചാരയുണ്ടാകും. പിന്നീട് വരുന്നത് ഒരു ചിന്ത കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കുഞ്ഞെ നിനക്കായി എന്ന് തുടങ്ങുന്ന അധ്യായം. മനസ്സിലാക്കപ്പെടാതെ പോകുന്നതിൻ്റെ നൊമ്പരം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. മക്കളെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നാം കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ചതും ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും. എന്നിട്ടോ നേഴ്സറി കുരുന്നുകൾ പോലും മനഃശാസ്ത്രജ്ഞൻ്റെ മുറിയുടെ മുമ്പിൽ ഊഴം കാത്തു നിൽക്കുന്നിടത്തോളം എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ചപ്പോൾ, ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ കാര്യങ്ങൾ തെറ്റിപ്പോയി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വില അറിഞ്ഞുകൂടാ. അവർക്കും സ്വന്തമായി ഒരു ആകാശമുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ വരയ്ക്കുന്ന വരകളിലൂടെ തന്നെ അവർ നടക്കണമെന്ന് നമ്മൾ ശഠിക്കുന്നത്? മുതിർന്നവർക്ക് പല കാര്യങ്ങളോടും തോന്നുന്ന നീരസങ്ങൾക്കും ക്ഷോഭങ്ങൾക്കുമൊക്കെ ഇരയാകുന്നതും പാവം കുട്ടികൾ. ക്ലാസ് മുറികളിലും വീട്ടിലുമാണ് കുഞ്ഞുങ്ങൾ ഏറ്റവും അധികം നിന്ദിക്കപ്പെടുന്നതും വെറുക്കപ്പെടുന്നതും. പ്രതിഷേധിക്കാൻ ബലമില്ലാത്തതുകൊണ്ട് ആ രോഷങ്ങളൊക്കെ അവർ ഉള്ളിലടക്കുകയാണ്. കൗമാരം പോലും പിന്നിട്ടിട്ടില്ലാത്ത ചില കുട്ടികൾ ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്നതും മറ്റും അങ്ങനെയാണ്. ഇന്നലെ വരെ അച്ചടക്കത്തിൽ കഴിഞ്ഞ കുട്ടി ഇന്ന് നിങ്ങളെ അമ്പരപ്പിക്കും വിധം നിഷേധിയായി തീരുന്നെങ്കിൽ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കണം, നിങ്ങൾ അവനെ എങ്ങനെ വളർത്തിയെന്ന്. പിന്നെ അധികം ചിന്തിച്ച് സമയം കളയണ്ട. അസ്ഥാനത്തുള്ളതും തെറ്റിന് ആനുപാതികമല്ലാത്തതുമായ ശിക്ഷകൾ കുഞ്ഞിനെ വലിയ കുറ്റവാളികളാക്കി തീർക്കും. അടുത്ത ഭാഗം സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്ത് കൊണ്ടല്ല എന്ന് തുടങ്ങുന്ന ശീർഷകത്തിൽ സുഖമായി ജീവിക്കാനുള്ള മോഹം കൊണ്ടാണ് ഒരാൾ സമ്പന്നനാകാൻ ശ്രമിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നതോ? സമ്പത്തേറും തോറും മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. ഇല്ലെങ്കിൽ സ്വന്തം വിമാനത്തിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച കോടീശ്വരനായ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതെന്തിനാണ്? കൊട്ടാര സമാനമായ നമ്മുടെ വീടുകൾക്കുള്ളിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകൾ ഉയരുന്നത് എന്തിന്? ഏതൊരു കാര്യത്തിൻ്റെയും പൂർണ്ണമായ മാതൃക ക്രിസ്തു തന്നെയാണ്. സാമ്പിളിന് ഒരു നാണയം പോലും കൈവശം വയ്ക്കാതിരുന്ന അവിടുന്ന് ഇടപെടാൻ ഇഷ്ടപ്പെടാതിരുന്ന ഏക കാര്യവും ഇതുതന്നെയാണ്, സമ്പത്ത്. ആ സന്ദർഭത്തിൽ തന്നെയാണ് സമ്പത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നത്. എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെ. കാരണം മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. തുടർന്ന് പറയുന്ന ഭോഷനായ ധനികൻ്റെ ഉപമയിലാണ് സമ്പത്തിൻ്റെയും നേട്ടങ്ങളുടെയും പിന്നാലെ അലയുന്ന മനുഷ്യനെ നടുക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യം ഇന്ന് ക്രിസ്തു എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്. ഭോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ സ്വരൂപിച്ച ഇതൊക്കെ ആരുടേതാകും?
എത്രയോ പേരുടെ ജീവിതം മാറ്റിമറിച്ചിരിക്കുന്നു ഈ വാക്കുകൾ. നാം ഒക്കെ സ്വപ്നം കാണുന്നവരാണ്. നിരവധി സ്വപ്നങ്ങളിലൂടെ ജീവിതത്തെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നവർ. ചില സ്വപ്നങ്ങളെ നാം നെയ്തെടുക്കും, അത് അവസാനിക്കും. ചിലതിനെ നമ്മൾ വേട്ടയാടി പിടിക്കും. പക്ഷേ മരണമുഖത്തു നിന്ന് ജീവിതത്തിലേക്ക് നടന്നു കയറിയ ഒരാൾ ജീവിതത്തോടുള്ള നിലപാട് എന്തായിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കും. ജീവനോടെ ഇരിക്കുന്നു എന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന് തന്നെയാണ് ആദ്യം അയാൾക്ക് പറയാനുണ്ടാവുക. നിനക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം വെറുതെ ദാനമായി കിട്ടിയതാണെന്ന് അയാൾ നമ്മെ പഠിപ്പിച്ചു തരും. ജീവിതത്തിലാകമാനം നിറഞ്ഞ നന്ദി മാത്രമേ പിന്നെ അവശേഷിക്കുകയുള്ളൂ. പരാതികളൊന്നുമില്ലാതെ സ്നേഹത്തോടും ആദരവോടും ശ്രദ്ധയോടും കൂടെ മാത്രം അത് കൈകാര്യം ചെയ്യാൻ നമ്മെ പഠിപ്പിക്കും. ജീവിതത്തെ മരണമുഖത്തു നിന്ന് കണ്ടുപഠിച്ചവരാണ് കേരള ജനത. അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഇന്നും തുടരുമ്പോൾ തീർച്ചയായും ജീവിതം എത്ര നിസ്സാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പരക്കം പാച്ചിലുകളൊക്കെ എത്രമാത്രം ക്ഷണികമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അടുത്തത് യേശുവിൻ്റെ ചില ഇടപെടലുകളെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ ഈ സമീപനം നമ്മുടെ ജീവിതത്തേക്ക് വെളിപ്പെടുത്തി തരുന്ന നിരവധി ധ്യാനങ്ങളുണ്ട്. എത്ര ഇടറിപ്പോയാലും ദൈവം മനുഷ്യനെ അലിവോടെ സ്വീകരിക്കുമെന്ന ചിന്ത ഈശോ പറഞ്ഞ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പോലെ തന്നെയാണത്. അതെ, ദൈവം ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുറെ കൂടി ബോധ്യമായി വരുന്നുണ്ട് നമുക്ക്. മകളെ സ്നേഹത്തിൽ പൊതിഞ്ഞു വളർത്തിയ ഒരച്ഛൻ. പക്ഷേ ഒരു നാൾ അവൾ തൻ്റെ സ്നേഹിച്ച ചെറുപ്പക്കാരൻ്റെ ഒപ്പം വീട് വിട്ടിറങ്ങിപ്പോയി. അച്ഛൻ്റെ ഹൃദയം മരണത്തോളം ദുഃഖിതമായി. പിന്നെ അവൾ തിരിച്ചു വന്നു. മകളെ ചേർത്തു പിടിച്ച് പൊട്ടിക്കരയുന്നതിനിടയിൽ അയാൾ പറഞ്ഞു, പോട്ടെ, സാരമില്ല, എൻ്റെ മോൾക്ക് അച്ഛനുണ്ട്. ഇപ്പോൾ അച്ഛനേക്കാൾ കരഞ്ഞത് മകളാണ്. എത്ര ദ്രോഹിച്ചാലും ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഒരാളെ തള്ളിക്കളയാൻ നമ്മൾ സാധാരണ മനുഷ്യരെ കൊണ്ടുപോലും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദൈവത്തിന് കഴിയുക? ജീവിതത്തിൽ എത്രമാത്രം ഇടറി നിന്നാലും ദൈവമുണ്ട് നമ്മുടെ കൂടെ. ചേർത്തു പിടിക്കാനും ചേർത്തു പിടിച്ച് കൂടുതൽ ഊർജം നൽകി ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്നത് ദൈവത്തിനാണ്. ഇടറിപ്പോകുമ്പോഴും തിരിച്ചു വരാൻ ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ പാഠം. തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോൾ തിരിച്ചു നടക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ക്രിസ്തുവിൻ്റെ സഹനത്തെയും മരണത്തെയും ഒന്നും ധ്യാനിക്കേണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. ജീവിതത്തിലെ കുരിശുകളും സങ്കടങ്ങളുമൊക്കെ സഹിക്കാൻ അത് നമ്മെ ശക്തിപ്പെടുത്തും. എന്നാൽ അവൻ്റെ സമീപനങ്ങളുടെ സവിശേഷതയും അവൻ്റെ സ്നേഹം തിരിച്ചറിയുന്നതുമൊക്കെ നമ്മെ അടിമുടി രൂപാന്തരപ്പെടുത്തും. നമ്മൾ ഏതവസ്ഥയിലുമാകട്ടെ, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അവൻ തൊട്ടരികിൽ നിൽപ്പുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഈ വിളി കേൾക്കാൻ, കുഞ്ഞുങ്ങളെ എന്നുള്ള ഈ വിളി കേൾക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇടറിപ്പോയിട്ടും നമ്മൾ ആ ഇടറിയെടുത്ത് തന്നെ കിടക്കുകയാണ്. തിരിച്ചു ചെല്ലാൻ, ദൈവത്തിങ്കലേക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചു ചെല്ലാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ സാധ്യതയാണ് നമ്മുടെ അതിജീവനം. ആ സാധ്യതയിലേക്കാണ് നമ്മുടെ വിളി. ഒരു ദൈവാവബോധം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരെയൊക്കെ പ്രകൃതി തിരിച്ചറിയുന്നുണ്ട്. വിശുദ്ധരുടെ ജീവിതങ്ങളിൽ അത് നമുക്ക് കാണാം. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പ്രസംഗം ശ്രവിക്കുന്ന പക്ഷികളും പാതുവായിലെ വിശുദ്ധ അന്തോണിയുടെ പ്രസംഗം കേൾക്കുന്ന മത്സ്യങ്ങളും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധനയോടെ നിന്ന കഴുതയുമൊക്കെ ഉദാഹരണങ്ങളാണ്. നിങ്ങളും ദൈവസാന്നിധ്യബോധത്താൽ നിറഞ്ഞു നിന്ന് ഒന്ന് പാടി നോക്കൂ. പക്ഷികൾ ആ പാട്ട് ശ്രദ്ധിച്ച് കേൾക്കും. ചെടികൾ ശിഖരങ്ങൾ കൊണ്ട് താളം പിടിക്കും. നമ്മൾ വിചാരിക്കുന്നു ഈ കല്ലുകൾക്കൊന്നും ജീവനില്ലെന്ന്. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധനായവൻ്റെ മരണവേളയിൽ കൊടുംപാറകൾ താനെ പിളർന്ന് അകന്നത്? ഓശാന നാളിൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞത് വെറുതെയായിരുന്നുവോ? നിന്റെ നന്മകൾ ആരും തിരിച്ചറിയുന്നില്ലെന്ന് സങ്കടപ്പെടരുത്. സമയത്തിൻ്റെ തികവിൽ ഈ കല്ലുകൾ കൊണ്ട് പോലും അത് വിളിച്ചു പറയിക്കാൻ ദൈവത്തിന് കഴിയുമെന്നാണ് സുവിശേഷം. പ്രകൃതിയുമായി ഇണങ്ങിയുള്ളൊരു ജീവിതം. അതുകൊണ്ട് തന്നെ
ഈ അധ്യായത്തിൻ്റെ ശീർഷകവും അതുതന്നെയാണ്, ഹരിത സങ്കീർത്തനം. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുകൂടി പ്രകൃതി നമുക്ക് പറഞ്ഞു തരും. ഒരു പാഠം ഇതാണ്: എണ്ണിയാലൊടുങ്ങാത്ത വൈവിധ്യവും അവയെയൊക്കെ കണ്ണി ചേർത്തിണക്കുന്ന ഒരു താളവുമുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അതുതന്നെയാണ് അതിൻ്റെ സൗന്ദര്യവും. ഒട്ടും സങ്കീർണമല്ലാത്ത സ്വാഭാവികമായ ഒരു താളത്തിലാണ് അത് ഭ്രമണം ചെയ്യുന്നത്. തിടുക്കമോ സമ്മർദ്ദമോ ഇല്ലാത്ത ഒരു യാത്ര. ഈ ഒരു സ്വാഭാവിക താളം ജീവിതത്തിനുമുണ്ട്. അമിതമായ കണക്കുകൂട്ടലുകളാണ് അതിൻ്റെ താളം തെറ്റിക്കുന്നത്. സ്വന്തം ജീവിതത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും എന്തിനാണ് ഒരുപാട് ശാഠ്യങ്ങൾ? നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു ചോദ്യമാണ് എഴുത്തുകാരി ചോദിക്കുന്നത്. സ്വന്തം ജീവിതത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും എന്തിനാണ് ഇത്രമാത്രം ശാഠ്യങ്ങൾ? പ്രകൃതിയിൽ നിന്ന് പഠിക്കാനാണ് പറയുന്നത്. അതിജീവനമാണ് അടുത്ത അധ്യായം. ദൈവം ഉള്ളിലുണ്ടെന്ന അവബോധമുള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തെ ഇത്ര സൗമ്യമായി നേരിടാനാകൂ. ഉള്ളിലും പുറത്തും ആ സാന്നിധ്യം ഒരുപോലെ കാണാൻ കഴിയുക, ക്രിസ്തുവിനെ പോലെ. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ പിതാവിനെ സ്വീകരിക്കുന്നു എന്നൊക്കെ ക്രിസ്തു പറയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. ഞാനും പിതാവും ഒന്നാണെന്ന് പറയുന്ന ക്രിസ്തു പലപ്പോഴും ഞങ്ങളെന്നും നാം എന്നുമൊക്കെ പിതാവിനെ തന്നോട് ചേർത്തു പറയുന്നുണ്ട്. ആത്മീയ ജീവിതം ആഴപ്പെടും തോറും ഒരാളിലുണ്ടാകുന്ന രൂപാന്തരമാണ്. ദൈവവും ഞാനും തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞ് ഒടുവിൽ നാം ആയിത്തീരുന്നു. ഈശോ ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ്. പിതാവും പുത്രനും ഒന്നാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ, ഞാനും ക്രിസ്തുവും ഒന്നാണ് എന്ന്? വ്യത്യസ്തരായ പല ജീവിതങ്ങളിൽ നിന്നും പല സന്ദർഭങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ നാം ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആത്മീയ ജീവിതത്തിൻ്റെ ഒന്നാകലിലും ആരാധനാവത്സര പ്രാർത്ഥനകളിലുമൊക്കെ നാം ഇങ്ങനെ ഒന്നായി ചേർന്ന് ജീവിക്കുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മളെന്ന് പറഞ്ഞ് ഉള്ളിലത് ധ്യാനപൂർവം വിചാരിച്ച് പ്രാർത്ഥിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഒരു കഥയുണ്ട്. ഒരാൾ മരിച്ച് സ്വർഗ കവാടത്തിലെത്തി. അയാൾ വാതിലിൽ മുട്ടി. ആരാണത്? അകത്തുനിന്നുള്ള ചോദ്യം. ഞാനാ. ഇവിടെ 2 പേർക്ക് പ്രവേശനമില്ല, പുറത്തു പോകൂ. വീണ്ടും അയാൾ ജീവിച്ചു, മരിച്ചു. സ്വർഗത്തിലിടം കിട്ടാതെ അയാൾ വീണ്ടും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. 3-ാം തവണയും സ്വർഗത്തിലെത്തിയപ്പോഴും പഴയ ചോദ്യം തന്നെ കേട്ടു. ആരാണത്? അയാൾ പറഞ്ഞു, അങ്ങാണ്. ആ നിമിഷം തന്നെ സ്വർഗം അയാളെ സ്വീകരിച്ചു. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കൂടെയുള്ള ദൈവത്തോടാണ്, ഞാനും നീയും തമ്മിലെന്ന പോലെ. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നതിൽ മാത്രം കുരുങ്ങിപ്പോകുന്ന ഒരു ആത്മീയതയിൽ ദൈവത്തെ വാതിൽക്കൽ നിർത്തുന്നേയുള്ളൂ. അവിടെ പലപ്പോഴും അവൻ വിസ്മരിക്കപ്പെടും. ഞാൻ വാതിലിൽ മുട്ടുമ്പോൾ ആരെങ്കിലും തുറന്നു തന്നാൽ അകത്തു പ്രവേശിച്ച് വിരുന്നിനിരിക്കാമെന്നാണല്ലോ അവൻ പറയുന്നത്. ദൈവം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഉള്ളിലുള്ള ദൈവത്തെയാണ് നാം കണ്ടെത്തേണ്ടത്. ജീവശ്വാസത്തോടൊപ്പം ദൈവം എന്നിൽ നിവേശിപ്പിച്ചിരിക്കുന്ന ആ ചൈതന്യത്തെക്കുറിച്ച് അവബോധമുണ്ടാകുകയാണ് പ്രധാനം. എന്നിട്ട് ആ ചൈതന്യത്തിന് ജീവിതത്തെ വിട്ടുകൊടുക്കുക. ചിന്തിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെക്കുറിച്ചാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം എത്രമാത്രം ആഴത്തിലാണ് എന്ന് നാം ആദ്യം തിരിച്ചറിയണം. അതിനുശേഷമേ ഉള്ളിലുള്ള ആ ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. പിന്നീട് വരുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു പഠനവും കൂടിയാണ്. വിശുദ്ധ കുർബാനയ്ക്കൊരു സാമൂഹിക വശം കൂടിയുണ്ട്. ഒരു വിരുന്നുമേശയിലെ സൗഹൃദ കൂട്ടായ്മയിൽ വെച്ചാണ് ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ദൈവജനത്തിൻ്റെ സ്നേഹ കൂട്ടായ്മകളിൽ അർപ്പിക്കപ്പെടുന്ന ബലിയർപ്പണം മാത്രമേ അർത്ഥപൂർണമാകുന്നുള്ളൂ. അപരനിൽ നിന്ന് ധ്രുവങ്ങൾ അകലെയുള്ള മനസ്സുമായി കടം തീർക്കാനും കുർബാന കാണാനും മാത്രം വരുന്നവർക്ക് ഈ വിരുന്നുമേശയിലേക്ക് പ്രവേശനം പോലുമില്ലെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട്
സ്നേഹക്കൂട്ടായ്മകൾ ഉടലെടുക്കട്ടെ, സ്നേഹക്കൂട്ടായ്മകളിൽ ബലിയർപ്പണം സംഭവിക്കട്ടെ. അതാണ് കൂടുതൽ അർത്ഥവത്തായുള്ള ബലി. എല്ലാ അനുഗ്രഹങ്ങളുടെയും കലവറയായ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഒരേ ഒരു യോഗ്യതയെ ഈശോ ആവശ്യപ്പെടുന്നുള്ളൂ: നിർമ്മലമായ സ്നേഹം. ഈ യോഗ്യതയില്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരണം ശിക്ഷാവിധിക്ക് കാരണമാകുമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിർമ്മലമായ സ്നേഹത്തോടുകൂടി, ആ ഒരു ഉള്ളോടുകൂടി വിശുദ്ധ കുർബാനയ്ക്കായി നമുക്കണയാം. കുടുംബജീവിതത്തിൻ്റെ ചുരുങ്ങിയ വൃത്തത്തിൽ മാത്രം നമ്മുടെ സ്നേഹം ഒതുങ്ങിപ്പോകരുത് എന്നാണ് സുവിശേഷം പഠിപ്പിക്കുന്നത്. സ്നേഹം അത് എല്ലാവരിലേക്കും വ്യാപിപ്പിക്കേണ്ടതാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ തനിച്ചേയുള്ളൂ എന്ന ചിന്ത നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തും. കുരിശിലെ ക്രിസ്തുവിനെ കൂടുതൽ സങ്കടപ്പെടുത്തിയത് അതായിരുന്നല്ലോ. സഹനകാലങ്ങളിൽ ഒരാളെങ്കിലും കൂടെ നിൽക്കാനുള്ള ആൾക്ക് എങ്ങനെയും അതിനെ അതിജീവിക്കാനുള്ള ബലമുണ്ടാകും. കൂടെ ആരെങ്കിലും ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബലം. ജീവിതത്തിന് കൂടുതൽ ഊർജം കിട്ടുന്നത് ആരെങ്കിലുമൊക്കെ നമ്മുടെ പക്ഷത്തുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ടാണ് അത്തരം നിമിഷങ്ങളിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ സാമീപ്യം നമ്മൾ കൊതിക്കുന്നത്. പക്ഷേ അയാളോട് പോലും വിനിമയം ചെയ്യാനാകാത്ത വിധം അത്ര വ്യക്തിപരവും നിഗൂഢവുമാണ് നമ്മുടെ സങ്കടങ്ങളെന്നറിയുന്നതോടെ പിന്നെ ദൈവത്തെ കൂട്ടുപിടിക്കുകയല്ലാതെ തരമില്ലാതായിത്തീരുന്നു. ചില കാര്യങ്ങൾ ദൈവത്തോട് മാത്രം ചർച്ച ചെയ്യാനുള്ളതാണ്. ജീവിതത്തിൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് കൊടിയ സഹനങ്ങളായാലും വേദനകളായാലും ദുഃഖങ്ങളായാലും ഒക്കെ അത് ദൈവത്തോട് മാത്രമേ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരവസരത്തിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടാകണം. ആ പക്ഷത്ത് ദൈവം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവമുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നിടത്താണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ച. എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കാം എന്ന ഉറപ്പാണ് ക്രിസ്തു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം. ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ഭയപ്പെടേണ്ട, ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കും. അതുകൊണ്ട് തന്നെ നിറവേറാതിരിക്കാനാവാത്ത അവൻ്റെ വാക്കുകളിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ടുള്ള ഈ യാത്രയിൽ ചില നേരങ്ങളിൽ അവൻ മനുഷ്യന് തൊട്ടറിയാവുന്ന സാന്നിധ്യമായി മാറുന്നുണ്ട്. അതെപ്പോഴാണ് നമുക്ക് തൊട്ടറിയാവുന്ന സാന്നിധ്യമായി ദൈവം നമുക്ക് മുമ്പിൽ വരുന്നത്? അത് പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അവസരങ്ങളിലൂടെയും ഒക്കെയായി മാറുകയാണ്. ആ സാന്നിധ്യത്തെ നാം തിരിച്ചറിയുന്നിടത്താണ് ദൈവീകത നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ബോധ്യമായി വളരുന്നത്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്കാണ് എഴുത്തുകാരിയുടെ ഈ വചനചിന്തകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഒരു ചെറിയ പ്രതിസന്ധിയുടെ മുമ്പിൽ വല്ലാതെ ഭാരപ്പെടുന്നതോർത്ത് ലജ്ജ തോന്നുന്നു. ഇനിയും എത്ര കാലം നടന്നാലാണ് എനിക്കതിനാവുക? ഒന്ന് വിളിച്ചാൽ ഓടി വരുന്നവനോ ചുമ്മാ ഒന്ന് അന്വേഷിച്ചാൽ കണ്ടെത്തുന്നവനോ അല്ല ദൈവം. ഒരുപാട് വില കൊടുക്കണം. സ്നേഹത്തിൻ്റെ, അലച്ചിലിൻ്റെ, സഹനത്തിൻ്റെയൊക്കെ അവിടുത്തെ കണ്ടെത്താൻ. ദൈവത്തെ വില കൊടുത്തു വാങ്ങിയവരാണ് വിശുദ്ധർ. അങ്ങനെയൊരു വിശുദ്ധയാണ് അൽഫോൻസാമ. വിശുദ്ധരാകണമെങ്കിൽ തീർച്ചയായും അൽഫോൻസാമ കടന്നുപോയതുപോലെ ജീവിതത്തെ അഗ്നിശുദ്ധി വരുത്തി അപരൻ്റെ ജീവിതത്തിലേക്ക് വെട്ടമായിക്കൊണ്ട് അത് ചിലപ്പോൾ സഹനമായും സ്നേഹമായും കാത്തിരിപ്പായും ഒക്കെ തീർത്തുകൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് പോകുമ്പോൾ നാം സ്വീകരിക്കുന്ന ഒരു മാർഗമാണത്. അങ്ങനെയൊരു മാർഗത്തിലേക്കാണ് എഴുത്തുകാരി ഓരോ വായനക്കാരെയും ഇവിടെ വിളിക്കുന്നത്. തീർച്ചയായും അതിജീവനത്തിൻ്റെ പല മാർഗങ്ങളും ഈ പുസ്തകത്തിലൂടെ എഴുത്തുകാരി നമുക്ക് മുമ്പിൽ തുറന്നു തരികയാണ്. ആദ്യം തുടങ്ങിയത് സ്നേഹത്തെക്കുറിച്ചാണെങ്കിൽ ഇവിടെ അവസാനിക്കുന്നത് കാത്തിരിപ്പ്, പ്രത്യാശയെക്കുറിച്ചാണ്. ജീവിതത്തിൽ നാം കൈമോശം വരുത്താതെ കാത്തു സൂക്ഷിക്കേണ്ട പ്രത്യാശയെക്കുറിച്ച്. അതിജീവനമെന്ന ഈ പുസ്തകത്തിൻ്റെ പ്രവേശിക എഴുതിയിരിക്കുന്നത് ബോബി അച്ഛനാണ്. അച്ഛൻ പറയുന്നുണ്ട്, പ്രായോഗികമതിയായ ഒരു മർത്തയും ധ്യാനിയായ ഒരു മേരിയും ചേർന്നെഴുതിയ കുറിപ്പുകളാണിത്. ചിലപ്പോൾ ശോഭ ആകുലപ്പെടുന്നു, മറ്റു ചിലപ്പോൾ ഒരു നിശ്ചല തടാകം പോലെ സ്വസ്ഥയാകുന്നു. ശോഭ വെച്ചു നീട്ടുന്ന ചുരുളുകൾ ഭക്ഷിക്കുമ്പോൾ വെളിപാട് പുസ്തകത്തിലെ ഒരനുഭവത്തിന് ആവർത്തനമുണ്ടാകുന്നു. ഞാനത് ഭക്ഷിച്ചു,
അധരത്തിൽ അത് മധുരിച്ചു, ഉദരത്തിൽ കഴിച്ചു. ഈ ചിന്തകളുടെ അവസാനം അതുതന്നെയാണ് നമുക്കും അനുഭവപ്പെടുക. അത് ഭക്ഷിച്ചു, അധരത്തിൽ അത് മധുരിച്ചു, ഉദരത്തിൽ അത് കഴിക്കുകയാണ്. ഓരോ ചിന്തകളും അങ്ങനെ തന്നെയാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാന വരികൾ ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ വെട്ടിപ്പിടിക്കലുകൾക്കും നേട്ടങ്ങൾക്കുമെല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാവുന്നത്ര നിലനിൽപ്പേയുള്ളൂവെന്ന തിരിച്ചറിവിലേക്ക് എത്തുക. ഒപ്പം ജീവിതം എപ്പോഴും അപ്രതീക്ഷിതമായ എന്തോ നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്നുണ്ട് എന്നും അവൻ്റെ പരിപാലനയിൽ ശരണപ്പെടുകയാണ് പ്രധാനമെന്നും മനസ്സിനെ പഠിപ്പിക്കുക. അതിജീവനത്തിൻ്റെ സമവാക്യമാണ് ഇപ്പോൾ പറഞ്ഞത്. മനുഷ്യൻ്റെ വെട്ടിപ്പിടിക്കലുകൾക്കും നേട്ടങ്ങൾക്കുമെല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാവുന്നത്ര നിലനിൽപ്പേയുള്ളൂവെന്ന് തിരിച്ചറിവിലേക്ക് എത്തുക. ഒപ്പം ജീവിതം എപ്പോഴും അപ്രതീക്ഷിതമായ എന്തോ നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്നുണ്ട് എന്നും അവൻ്റെ പരിപാലനയിൽ ശരണപ്പെടുകയാണ് പ്രധാനമെന്നും മനസ്സിനെ പഠിപ്പിക്കുക. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരമാകും. അതാണ് അതിജീവനത്തിൻ്റെ പാത.